ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ 60 ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കുമായിരിക്കും പെൻഷൻ ലഭിക്കുക. കുടിശ്ശികയായ പെൻഷൻ തുക എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് കേരളത്തിന് ആശ്വാസം എന്ന പോലെ കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി എത്തിയിരിക്കുകയാണ്. സാധാരണ ലഭിക്കുന്ന ഗഡുവിന് പുറമെ മറ്റൊരു ഗഡു കൂടിയാണ് ജൂൺ മാസം മുൻകൂറായി നൽകിയത്. ഇതുമൂലം ശമ്പള പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യാൻ സർക്കാരിന് സഹായകമാവും. നിലവിൽ പെൻഷൻ വിതരണവും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യാൻ സർക്കാരിന് 25,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് കൂട്ടൽ. പുതിയ സർക്കാരിന്റെ കീഴിൽ സാമ്പത്തിക വളർച്ചയും വികസനവും വേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ നടപടി. എന്നാൽ സർക്കാരിന് അധിക നികുതി ലഭിച്ച സാഹചര്യത്തിലാണ് ഒരു ഗഡു കൂടി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായതെന്നാണ് വിശദീകരണം. ഇതോടെ ജൂൺ മാസത്തിൽ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യും. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല, വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും കൊടുത്തു തീർക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ക്ഷേമ പെൻഷൻ 10 മാസമായി കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ നിലവിൽ വരുന്നത്. ഇത്തരം ക്ഷേമനിധി പെൻഷനുകൾ കൊടുത്തു തീർക്കും. 5 മാസ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ 4,000 കോടിയോളമാണ് സർക്കാരിന് വേണ്ടത്. ഇതിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 1,500 കോടി റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇഖബർ സംവിധാനം വഴി കടപത്ര ലേലത്തിലൂടെയായിരിക്കും സംസ്ഥാനം കടമെടുപ്പ് നടത്തുക. ജൂൺ 25 ചൊവ്വാഴ്ച കടമെടുപ്പ് നടപടിക്കുള്ള ക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. 25-ന് കടമെടുത്തു കഴിഞ്ഞാൽ 26-ന് പണം എത്തുകയും ബാങ്കിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. 5 മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാൻ 4,000 കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടത്. ഈ തുക അടുത്ത ലോക്സഭ, നിയമസഭ, ഉപജില്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉടനെ തന്നെ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.